യുവജനങ്ങളുടെ വളർച്ചയ്ക്ക് പ്രതിസന്ധിയിൽ നിൽക്കുന്ന എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമുക്കുള്ളത്? ഈശോയോടുള്ള അടുപ്പം കുറഞ്ഞു പോകുന്നതാണ് ഇന്നത്തെ കാലത്ത് നമ്മുടെ യുവജനങ്ങൾക്കിടയിൽ ഏറ്റവും എടുത്ത വെല്ലുവിളി. കൊറോണ കഴിഞ്ഞതിന് ശേഷം പള്ളിയിലേക്ക് വരുന്നത് തന്നെ യുവജനങ്ങൾ കുറഞ്ഞു പോയി. യുവജനങ്ങൾ പുറത്തിറങ്ങി നിന്ന് കഴിഞ്ഞാൽ യുവജനങ്ങൾ മാത്രമല്ല, ബാക്കിയുള്ളവരും നമ്മുടെ സഭയും ബാക്കിയുള്ളവരും നമ്മുടെ കൂടെ നിൽക്കുമെന്നുള്ള വിശ്വാസം അതിലേക്ക് വേണം. പക്ഷേ നമ്മളെന്ന് പറയുമ്പോൾ നമ്മുടെ പ്രതിഷേധങ്ങൾ അത്രയ്ക്കൊരു പബ്ലിസിറ്റി ആവുന്നില്ല. യൂത്ത് തെറ്റാതെ വഴിയിൽ പോകുന്നത് ഒറ്റ റീസൺ മൊബൈൽ ഫോണാണ്. ഇപ്പൊ ഏറ്റവും കൂടുതലും യുവജനങ്ങൾ ഉള്ളത് സോഷ്യൽ മീഡിയയിലാണ്. അച്ഛന്മാർ പറയുന്നത് നല്ല ഇതിലായിരിക്കാം, ചിലപ്പോൾ ദേഷ്യത്തോടെ പറയും, പക്ഷെ അത് അവർക്ക് മുറിവാകാം. അവർക്ക് തിരിച്ച് പള്ളിയിലേക്ക് തന്നെ വരാൻ ഒരു മടിയാവുന്ന ഒരു സാഹചര്യങ്ങളുണ്ട്. നമ്മൾ നശിക്കുമ്പോൾ നമ്മൾ മാത്രമല്ല, നമ്മുടെ കൂടെയുള്ളവരും കൂടെ നശിക്കുന്നുണ്ട്. യുവകാഹളത്തിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ എത്തിയിരുന്നത് സുൽത്താൻപേട്ട് രൂപതയിലെ KCYM യുവജന നേതാക്കളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഇവിടുത്തെ വിശേഷങ്ങളെക്കുറിച്ചാണ്. അതും ഈ എപ്പിസോഡിൽ നമ്മൾ തുടരുകയാണ്. ഇന്ന് കത്തോലിക്ക സഭയിൽ നമ്മൾ KCYM ഒരു ഒഫീഷ്യൽ യുവജന പ്രസ്ഥാനമാണ്. പക്ഷേ ഈ ഒരു യുവജന പ്രസ്ഥാനത്തിൽ നമ്മൾ നിൽക്കുമ്പോഴും എന്തെല്ലാം പ്രതിസന്ധികളാണ് നമ്മുടെ സഭയ്ക്ക് പുറത്തല്ല, സഭയ്ക്കുള്ളിൽ യുവജനങ്ങളുടെ വളർച്ചയ്ക്ക് പ്രതിസന്ധിയിൽ നിൽക്കുന്ന എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമുക്കുള്ളത്? കാരണം നാളെ സഭയിൽ ഉയർന്നു കേൾക്കേണ്ടത് യുവജനങ്ങളുടെ ശബ്ദമാണ്. അത് എത്രത്തോളം ഇന്നത്തെ കാലഘട്ടത്തിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്, അത് കേൾക്കുന്നില്ലെങ്കിൽ എന്തുകൊണ്ട്? അതിന് നമുക്ക് എന്താണ് ഒരു യുവജന നേതാക്കൾ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് പറയാവുന്ന പ്രശ്നം, അല്ലെങ്കിൽ നിങ്ങൾ ഫേസ് ചെയ്തിരിക്കുന്ന ഇഷ്യൂസൊക്കെ എന്തൊക്കെയാണ്? അതൊന്ന് ഷെയർ ചെയ്യാൻ പറ്റും? നമുക്ക് ഇന്നത്തെ കാലത്ത് യുവജനങ്ങൾക്കിടയിൽ നോർമലി വരുന്ന പ്രശ്നങ്ങൾ എന്ന് പറയാനില്ല. നമുക്ക് കൂടുതലായിട്ട് ഈശോയുടെ അടുത്ത് വരാതിരിക്കുമ്പോഴാണ് അവർ കൂടുതൽ അകന്നു പോവുക. അപ്പോൾ നമ്മളെ ആദ്യം ഏതൊരു നമ്മുടെ പ്രവർത്തന തുടക്കത്തിൽ നമ്മളൊരു പ്രാർത്ഥനയുമായിട്ട് തുടങ്ങണം. ആ ഒരു പ്രാർത്ഥനയാണ് നമ്മുടെ ജീവിതത്തിൽ ഞാൻ എന്ത് കാര്യം അതായത് രാവിലെ എണീക്കുമ്പോൾ തന്നെ ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും അത് തീർച്ചയായിട്ടും വിജയത്തിലേക്ക് നമ്മളെ നയിക്കത്തുള്ളൂ. ഇന്ന് ഞാൻ ആയിരിക്കുന്ന ഒരു നിലയ്ക്ക് ഞാൻ വരണം എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഉള്ളിൽ ഈശോയോടുള്ള അടുപ്പം വേണം. ഇന്ന് പല നമ്മുടെ യുവജനങ്ങൾക്കിടയിൽ ആ ഒരു അടുപ്പം, ഈശോയോടുള്ള അടുപ്പം കുറഞ്ഞു പോകുന്നതാണ് ഇന്നത്തെ കാലത്ത് നമ്മുടെ യുവജനങ്ങൾക്കിടയിൽ ഏറ്റവും എടുത്ത വെല്ലുവിളി. അപ്പോൾ അതിലേക്ക് അടുപ്പിക്കാനായിട്ട് നമ്മൾ ഏതൊരു പ്രവർത്തനം നടക്കുമ്പോഴും നമ്മൾ അതിൽ ഈശോയോട് എത്രത്തോളം അടുക്കാൻ അവർക്ക് സാധിക്കും എന്നുള്ള രീതിക്ക് നമ്മൾ അവർക്കുള്ള പ്രോഗ്രാംസ് നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. സ്പിരിച്വലി നമ്മൾ ഈ മാസത്തിൽ തന്നെ ജപമാല ചൊല്ലാൻ വേണ്ടിയിട്ട് ഒരു ഫൊറോനയിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ അവരെ ഈശോയായിട്ട് അടുപ്പിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇപ്പോഴത്തെ രീതിയിലേക്ക് ചിന്തിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾ വരുന്നത് ഏറ്റവും കൂടുതൽ എൻജോയ്മെൻ്റ് ആണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നമ്മൾ ഈശോയോട് അടുക്കുമ്പോൾ അതിൽ കൂടുതൽ എൻജോയ്മെൻറ്റ് നമുക്ക് കിട്ടും എന്നുള്ള ആ ഒരു ചിന്താഗതി അവരുടെ ഉള്ളിലേക്ക് വളരണം. അതാണ് നമുക്കിപ്പോൾ നേരിടുന്ന പ്രശ്നം. അതായത് നമ്മുടെ യുവജനങ്ങൾ ഈശോയോട് ചേർന്ന് നിൽക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നമാണോ പറയുന്നത്? ചേർന്ന് നിൽക്കാൻ അവർക്കുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതിലേക്ക് അവരെ കൂടുതൽ അടുപ്പിക്കണം. അതാണ് നമ്മളുടെ പ്രശ്നം. തീർച്ചയായിട്ടും ഒരു ക്രൈസ്തവ യുവജന സംഘടന എപ്പോഴും നമ്മുടെ നേതാവ് ഈശോയാണ്, അല്ല, ഈശോനെ നേതാവായി കണ്ടുകൊണ്ടാണ് നമ്മൾ സാമൂഹ്യ മേഖലയിലേക്ക് KCYM നിലയ്ക്ക് ഇറങ്ങുന്നത്. അപ്പോൾ നമുക്ക് ഈശോ എന്നാണ്. മറ്റു വിഷയങ്ങൾ എന്താണ്? പൊതുവെ നമ്മൾക്ക് കൊറോണ കഴിഞ്ഞതിന് ശേഷം പള്ളിയിലേക്ക് വരുന്നത് തന്നെ യുവജനങ്ങൾ കുറഞ്ഞു പോയി. അതാണ് ആദ്യത്തെ നമ്മുടേത്. കാരണം സഭയോടുകൂടെ ചേർന്ന് നിൽക്കുക എന്നുള്ളത് അവർ മാറി. എൻജോയ്മെൻറ്റ്, ഇരിക്കുന്ന കാലം ജീവിക്കുന്നത് എൻജോയ്മെൻറ്റോടുകൂടി ലൈഫ് അടിച്ചു പൊളിക്കുക എന്നുള്ള ചിന്താഗതിയിലാണ്. അല്ലാതെ നമ്മുടെ ഒരു സഭയും നമ്മുടെ ഒരു കൂട്ടായ്മയും കൂടെ നിന്ന് വളർന്ന് നമ്മൾക്ക് സമൂഹത്തിൽ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നുള്ള ബോധ്യം അവരിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആദ്യത്തെ കടമ. അത് നമ്മൾ യുവജന KCYM മാത്രം വിചാരിച്ചാൽ പോരാ. മാതാപിതാക്കളാണെങ്കിലും ഫാമിലിയിലാണെങ്കിലും ഇടവ വികാരികളും കുടുംബം, നമ്മൾ ഒരു പാരിഷ് ആണെങ്കിലും അവർ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് യുവജനങ്ങളെ ഏൽപ്പിക്കണം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. അത് ഒരു ക്രിസ്മസോ ഒരു ഈസ്റ്ററോ ഒരു പള്ളി പെരുന്നാളോ മാത്രമല്ല, അതല്ലാതെ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നുള്ള കാര്യങ്ങൾ നമ്മുടെ സഭ തലത്തിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യണം. ഇപ്പോൾ ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സുൽത്താൻപേട്ട് രൂപതയിലാണെങ്കിൽ രൂപതയിൽ നടക്കുന്ന പല പരിപാടികൾക്കും നമ്മളെ KCYM തന്നെയാണ് ഏൽപ്പിക്കാറ്. സ്റ്റേജ് ഡെക്കറേഷൻ ആണെങ്കിലും ശരി, അതിൻ്റെ ഓർഗനൈസേഷൻ ആണെങ്കിലും
രൂപം നമ്മളെയാണ് ഏൽപ്പിക്കാറ്. അതിലൂടെ നമുക്ക് കൂടുതൽ സപ്പോർട്ടും നമുക്ക് പ്രചോദനമാണ് തരുന്നത്. നമ്മളെയും വില വെക്കുന്നുണ്ട്, നമുക്കും ഒരു മോട്ടിവേഷൻ തരുന്നുണ്ട്. അങ്ങനെയെല്ലാം വീടുകളിലാണെങ്കിലും ശരി, ഇടവകളിലാണെങ്കിലും ശരി, രൂപതകളിലും അങ്ങനെ ചെയ്യും തോറും യുവജനങ്ങൾ ഇതിലേക്ക് കൂടുതൽ വരും. അവർക്ക് സപ്പോർട്ടുണ്ട്. അവരെ നമ്മൾ എന്നെ ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ട്, എന്നെയും എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കൂടെ നിൽക്കുന്നുണ്ട്. നാളെ എനിക്കൊരു ആവശ്യമുണ്ടെങ്കിൽ കൂടെ നിൽക്കും എന്നൊരു തോന്നൽ വരുമ്പോൾ യുവാക്കൾ ഇതിലേക്ക് വരും. ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാവരും അവരവരുടെ സന്തോഷത്തിന് വേണ്ടി മാത്രം വേറെ ഫ്രണ്ട്സുമായിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിലേക്ക് കൂടെ വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സഭ വിചാരിക്കണം, കൂടെയുള്ള യുവജനങ്ങളും എല്ലാവരും കൂട്ടുകാരും. അപ്പോൾ നമ്മുടെ കൂടെയുള്ളവരും നമ്മളിപ്പോൾ ഞാൻ വരികയാണെങ്കിൽ പള്ളിയിലേക്ക് വരികയാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്കായിരിക്കില്ല വരില്ല. അപ്പോൾ എൻ്റെ കൂട്ടുകാരും ചേർന്നിട്ട് പള്ളിയിലേക്ക് വരും. അത് ചിന്തിക്കണം. നമ്മൾ നശിക്കുമ്പോൾ നമ്മൾ മാത്രമല്ല, നമ്മുടെ കൂടെയുള്ളവരും കൂടെ നശിക്കുന്നുണ്ടെന്ന്. നമ്മൾ നന്നാകുമ്പോൾ നമ്മൾ മാത്രമല്ല, നമ്മുടെ കൂടെയുള്ളവരും കൂടി നന്നാവുന്നുണ്ട്. അത് നമ്മൾ ചിന്തിക്കും. ഈ ഒരു കാര്യത്തിൽ ഞാൻ പറഞ്ഞത്, നമ്മൾ യുവജനങ്ങളെ പള്ളിയിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിൽ ഇന്ന് ഏറ്റവും പിന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. യുവജനങ്ങൾ കുർബാനയ്ക്ക് ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു 12ാം ക്ലാസ് വരെ കഴിഞ്ഞാൽ നമ്മുടെ യുവജനങ്ങൾക്ക് ക്രിസ്തീയ മേഖല വിട്ടുപോകുന്നു. 12ാം ക്ലാസ് കഴിഞ്ഞാൽ അന്ന് വരെ പള്ളിയുടെ മുമ്പിൽ ഇരുന്ന് കുർബാന ചൊല്ലിക്കൊണ്ടിരുന്ന കുട്ടികൾ 12ാം ക്ലാസ് കഴിഞ്ഞാൽ നേരെ തൊട്ട് മുമ്പിലെ മാവിൻ്റെ ചോട്ടിലേക്ക് മാറുന്ന ഒരവസ്ഥ ഇവിടെയൊക്കെ അങ്ങനെ ഉണ്ടാവില്ല അല്ലേ? ഒട്ടുമിക്ക ഇടവുകളും അങ്ങനെ തന്നെയുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ യുവജനങ്ങളെ ഈ ഒരു ക്രൈസ്തവ സംഘടനയോട് ചേർന്ന് പ്രവർത്തിക്കുന്നതിൻ്റെ ഇത് മനസ്സിലാക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കുട്ടികളെ കൊണ്ടുവരുന്നതിൽ KCYM എന്താണ് ചെയ്യാൻ പോകുന്നത്? എന്ത് ചെയ്യും? അല്ല, അതിൽ ഞാൻ പറഞ്ഞ ആദ്യത്തെ പോയിന്റ് തന്നെയാണ്. അതായത് ഇടവകാരികൾ പല പള്ളികളും വിളിച്ചു പറയും അവിടെ പുറത്ത് നിൽക്കുന്നുണ്ട്, അകത്തേക്ക് വരുന്നില്ല എന്ന്. പക്ഷെ അവരെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ അവരെ എന്താ പറയുക? അല്ല, ഞാൻ ചോദിക്കുന്നത് അവരുടെ ആ വിഷയമാണ്, എന്ത് വിഷയത്തിലായിരിക്കും അവർ പിന്നോട്ട് പോയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ എന്തായിരിക്കും അത് നമ്മൾ ആ റൂട്ടിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലേണ്ട ആവശ്യകതയില്ലേ? നമ്മൾ ഇമ്പോർട്ടൻറ്റ് കുർബാനയ്ക്കുള്ള ഇതിനും ആരാധനയ്ക്കും ഉള്ള നമ്മൾ എത്രത്തോളം നമ്മൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. കാരണം നമ്മൾ ചെറുപ്പം തൊട്ട് ചെറിയ കുട്ടികളായിരിക്കും പള്ളിയുടെ ഉള്ളിലായിരിക്കും. വളർന്ന് വരുന്തോറും നമ്മൾ പിന്നോട്ട് പോയി പുറത്ത് പോയി നിൽക്കും. എനിക്ക് തോന്നുന്നു അതിന് കാരണം നമ്മുടെ മുതിർന്നവരായിരിക്കാം. കാരണം നമ്മുടെ മുതിർന്നവർ വയസ്സായി കുറച്ച് ബാക്കിലോട്ട് നിൽക്കും. ഈ ബാക്കിലോട്ട് നിൽക്കുന്നവരെ കണ്ട് വളർന്ന് നമ്മളും വലുതായി എന്നൊരു ചിന്താഗതിയിൽ തന്നെ ബാക്കിലോട്ട് പോകുന്ന ഒരു തരം ഇതുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഇവർ ഈ സംഘടനയിൽ പ്രവർത്തിക്കുമ്പോൾ, ഇപ്പോൾ KCYM എന്നൊരു സംഘടനയിൽ പ്രവർത്തിക്കാൻ മാത്രമാണ് അവർക്ക് ബുദ്ധിമുട്ട്. മറ്റൊരു രാഷ്ട്രീയ സംഘടനയിൽ പ്രവർത്തിക്കാൻ ഇവർ ഹാപ്പിയാണ്. ഇപ്പോൾ 12ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾ മറ്റൊരു രാഷ്ട്രീയ സംഘടനയിലോ അല്ലെങ്കിൽ മറ്റു വിഷയങ്ങൾ സംഘടനയിൽ പ്രവർത്തിക്കാൻ അവർ ഭയങ്കര താല്പര്യമാണ്. അവർ ജോലി പഠനമൊക്കെ മാറ്റി വെച്ച് ചെയ്യുന്നു. പക്ഷേ KCYM എന്ന സംഘടനയിലേക്ക് അവർ വരുന്നില്ല. അത് അവർക്ക് സമയമില്ലാഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഇല്ലാഞ്ഞിട്ടല്ല. പക്ഷേ അവരുദ്ദേശിക്കുന്ന എന്തോ KCYM അല്ലെങ്കിൽ KCYM പോലെ സംഘടനകളിൽ നിന്ന് ഇല്ലാത്തതെന്തോ മറ്റ് സംഘടനകൾ അവർക്ക് കിട്ടുന്നുണ്ട് എന്നൊരു കാരണം കൂടി അതിനകത്ത് ഉണ്ടാവില്ലേ? ഒന്ന് എനിക്കൊന്ന് നല്ലൊരു വിസിബിലിറ്റി അതിലുണ്ട്. മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ നോക്കുമ്പോൾ നമ്മൾ ഒരു ക്ഷമ ഇതായിട്ട് ഒരു പ്രവർത്തനം നമ്മൾ എതിർത്തൊന്നും പറയുന്നില്ല. ഒരു പുറത്തിറങ്ങി റോട്ടിലിറങ്ങി നമ്മുടെ അവകാശങ്ങൾ നമ്മൾ ചോദിച്ച് വാങ്ങുന്നില്ല. മറ്റുള്ളവർ ഒരു സമരത്തിനാണെങ്കിലും എന്തിനാണെങ്കിലും ഇറങ്ങിത്തിരിക്കുന്നുണ്ട്, അവർക്ക് സപ്പോർട്ടുണ്ട്. നമ്മൾക്ക് നമ്മുടെ സപ്പോർട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ നമ്മളൊരു കേസും യുവജനങ്ങൾ പുറത്ത് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ യുവജനങ്ങൾ മാത്രമല്ല, ബാക്കിയുള്ളവരും നമ്മുടെ സഭയും ബാക്കിയുള്ളവരും നമ്മുടെ കൂടെ നിൽക്കുമെന്നുള്ള വിശ്വാസം അതിലേക്ക് വേണം. ആ വിഷയത്തിൽ ഞാൻ പറയാം, ഒന്നുകൂടി ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ KCYM എന്ന് പറയുന്നത്, ഇപ്പോൾ നേരത്തെ പറഞ്ഞു, ക്രിസ്മസ് വന്നാലും ഈസ്റ്റർ വന്നാലും പള്ളിയിൽ എന്ത് പരിപാടി വന്നാലും KCYM സംഘടന എന്നൊരു രീതിയിലേക്ക് മാത്രം താഴേണ്ടതാണ് KCYM സംഘടന. ഇതൊരു സാമൂഹിക ഒരു സംഘടനയാണ്. സമൂഹത്തിലെ എന്ത് മോശം അവസ്ഥയും, അത് ക്രൈസ്തവരെ മാത്രമല്ല, ഒരു സാധാരണ ഒരു വ്യക്തിക്ക് അനുഭവപ്പെടുന്ന എന്ത് മോശമായ അവസ്ഥ വന്നാലും, സർക്കാരിൻ്റെ ഭാഗത്തു നിന്നായാലും സാമൂഹികമായ എന്ത് ഇഷ്യൂ വന്നാലും അവിടെയെല്ലാം നമ്മളൊരു ശബ്ദമാവേണ്ട യുവശബ്ദമാണ് KCYM അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു ശബ്ദമാകാനായിട്ട് KCYMന് സാധിക്കുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ പള്ളിയിൽ ഒരു ക്രിസ്മസ് വന്നാലും ഈസ്റ്റർ വന്നാലും പുൽക്കൂട് പണിയണം, ഈസ്റ്ററിൻ്റെ ഉയർപ്പ്, അതിനു വേണ്ടി മാത്രം കുറച്ച് യുവജനങ്ങളെ ചേർക്കുന്നു, അത് കഴിഞ്ഞാൽ ആ പരിപാടി പോകുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം മറ്റു കാര്യങ്ങൾക്കൊന്നും പോകുന്നില്ല. ഇങ്ങനെ വിഷയം തോന്നിയിട്ടുണ്ടോ? ഇന്നത്തെ കാലത്ത് നമുക്ക് KCYM കൂടുതൽ അത്രത്തോളം സാമൂഹ്യ വിഷയങ്ങളിൽ ചില സാഹചര്യങ്ങളിൽ പിന്നോട്ടായി നിൽക്കുന്നുണ്ട്. പക്ഷേ ചില വിഷയങ്ങളിൽ നമ്മൾ തീർച്ചയായിട്ടും മുന്നോട്ട്, അതായത് കഴിഞ്ഞ കാലങ്ങളിൽ കക്കുകളി ആയാലും മറ്റ് ക്രിസ്തീയതയെതിരെ വരുന്ന പ്രതിഷേധങ്ങളാവുമ്പോൾ എതിരെ വരുന്ന സംഭവങ്ങളിൽ നമ്മൾ തീർച്ചയായിട്ടും പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്താറുണ്ട്. പക്ഷെ സമൂഹത്തിൽ ഇറങ്ങി ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിക്ക് അവർക്ക് വന്നിട്ട് ഒത്തിരി അധികം പബ്ലിസിറ്റി ഉണ്ട്. പക്ഷെ നമ്മളെന്ന് പറയുമ്പോൾ നമ്മുടെ പ്രതിഷേധങ്ങൾ അത്രയ്ക്കൊരു പബ്ലിസിറ്റി ആവുന്നില്ല. ആവേണ്ടതല്ലേ? തീർച്ചയായിട്ടും ആവേണ്ടതാണ്. അതായത് മീഡിയ സപ്പോർട്ട് എന്ന് പറയുന്നത്, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു സമരം നടക്കുകയാണെങ്കിൽ അവിടെ ഒരു 10 ചാനലുകാർ വന്ന് ഫ്രണ്ടിൽ നിൽക്കും. പക്ഷേ അതേ രീതിക്ക് നമ്മൾ KCYM അങ്ങനെ ഒരു പ്രതിഷേധ പ്രകടനം നടത്തുന്ന സമയത്ത് അങ്ങനെ ഒരു മീഡിയ പബ്ലിസിറ്റി നമുക്ക് ഉണ്ടാവാറില്ല. നമ്മൾ കഴിഞ്ഞ ഈ ജനുവരിയിൽ
നമ്മൾ നോർത്തിൽ ഒരു പള്ളിയുടെ മേളിൽ കാവിക്കൊടി സ്ഥാപിച്ചതിനെതിരെ നമ്മളൊരു പ്രതിഷേധ പ്രകടനം നടത്തിയിട്ടുണ്ടായിരുന്നു തൃശ്ശൂർ വെച്ചിട്ട്. അന്ന് ഏകദേശം നമ്മുടെ ഗുഡ്നസും ഷിക്കേന ഇവർ രണ്ടുപേരും മാത്രമാണ് അന്ന് നമ്മുടെ പ്രതിഷേധ പ്രകടനത്തിന് ടെലികാസ്റ്റ് ചെയ്യാനായിട്ട് മുന്നോട്ട് വന്നത്. മറ്റാരും അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു മീഡിയ പബ്ലിസിറ്റി പുറത്തേക്ക് കിട്ടാതെ അത്രത്തോളം കാലം പിള്ളേരെ നമ്മളിലേക്ക് അടുപ്പിക്കാൻ അത് കിട്ടാത്തതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ആ ഒരു കിട്ടാത്ത വിഷയം അത് യുവജനം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ആ ഒരു വിഷയത്തിൽ? അതായത് പുൽക്കൂട് പണിയാനും ഈസ്റ്ററിന് ഇത് പണിയാനും മാത്രം നിൽക്കുന്ന ഒരു സംഘടനയായിട്ട് യുവജനങ്ങളെ കാണുന്നുണ്ടോ പുറമേയുള്ള ആൾക്കാർ? KCM എന്ന് പറയുമ്പോൾ അവർ പള്ളിയിൽ ഒതുങ്ങേണ്ടത് അല്ലെങ്കിൽ രൂപതര പ്രവർത്തനങ്ങൾ മാത്രം അങ്ങനെയല്ലല്ലോ. അത് കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പുറമേയുള്ളവർ കാണുന്നില്ല. എന്നാൽ പോലും നമ്മുടെ ഉള്ളിലേക്ക് അങ്ങനെ ഒരു ചിന്താഗതി വരുമ്പോഴാണ് നമ്മൾ പിന്നോട്ട് പോകുന്നത്. ഈ മാറി മാറി വരുന്ന, അപ്പോൾ അത് നമ്മൾ ഓൾറെഡി കത്തോലിക്ക സഭയിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ മാറി മാറി വരുന്ന അച്ഛന്മാരുടെ അനുസരിച്ച് യുവജന സംഘടനകളുടെ വളർച്ച ഓരോ ഇടവകയിലും വ്യത്യസ്തമായി ഇത് കാണുന്നുണ്ട്. ചിലപ്പോൾ ഒരു അച്ഛൻ്റെ കാലഘട്ടത്തിൽ വളരെ വളർന്നു വരുന്നു, 3 വർഷം കഴിഞ്ഞ് അച്ഛൻ മാറുന്നു, അടുത്ത അച്ഛൻ വരുമ്പോൾ അച്ഛൻ്റെ ഇൻട്രസ്റ്റ് വേറൊരു സംഘടനയുടെ ആണെങ്കിൽ ഒരു പക്ഷേ ആ KCM ഒന്നെങ്കിൽ അവിടെ ചിതറിപ്പോകുന്നു, അല്ലെങ്കിൽ അത് മുരടിച്ച് 3 വർഷം ആ വന്ന വളർച്ച താഴേക്ക് പോകുന്നു. പിന്നെ അടുത്തൊരു അച്ഛൻ. ഈ ഒരു വിഷയം KCMൻ്റെ വളർച്ചയെ അല്ലെങ്കിൽ യുവജന പ്രസ്ഥാനത്തെ പ്രതികൂലമായി ബാധിക്കുന്നില്ലേ? അങ്ങനെ പറയുമ്പോൾ ഉദാഹരണം എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങളെ 10 കൊല്ലമായി രൂപത. അങ്ങനെ ഒരു നല്ലൊരു സപ്പോർട്ടിങ്ങും യൂത്തിന് സപ്പോർട്ടും ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് നമ്മൾ വളരാതെ വന്നത്. നമുക്കിപ്പോൾ ഈ 3 കൊല്ലം 4 കൊല്ലത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇതിന് കാരണം പ്രഭിനച്ചനാണ്. പ്രഭിനച്ചൻ നമ്മളുടെ യൂത്ത് ഡയറക്ടറായിട്ട് ചാർജ് എടുത്തപ്പോൾ മുതൽ പ്രഭിനച്ചൻ്റെ ഓരോ ഇടപാടും കൂടെ നിന്ന്, കാരണം പ്രഭിനച്ചൻ വന്നിട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് അത് ചെയ്യൂ ഇത് ചെയ്യുന്നല്ല, പ്രഭിനച്ചൻ മുന്നിൽ നിന്ന് ചെയ്ത് കാണിക്കുകയാണ്. ആ ചെയ്ത് കാണിക്കുമ്പോൾ നമുക്ക് പിന്നാലെ അത് കാണുമ്പോൾ നമുക്ക് ഇതാവും, നമ്മൾ ചെയ്യാം, കൂടെ നിൽക്കാം. അങ്ങനെയാണ് നമ്മുടേത്. പ്രഭിനച്ചൻ നിന്നും വരാൻ പറ്റിയില്ല. എന്നാൽ പ്രഭിനച്ചൻ്റെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഈ സുൽത്താൻ ബത്തേരി രൂപത്തിലെ ഈ യുവജനങ്ങൾ ഇത്രയും ശക്തമായും സംസ്ഥാനത്തിനും ICVM എല്ലാത്തിലേക്കും എത്താൻ കാരണം പ്രഭിനച്ചൻ്റെ ഒരു സപ്പോർട്ട്, പ്രഭിനച്ചൻ്റെ കൂടെ നിന്നുള്ള ഒരു ഇതുകൊണ്ട് മാത്രം തന്നെയാണ്. എനിക്ക് അത് എടുത്ത് പറയേണ്ട ഒരു ഇതാണ്. കാരണം ഇതുപോലെയുള്ള അച്ഛന്മാർ ഈ കേരളത്തിലെ എല്ലാ രൂപതകളിലും ഉണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന മറ്റു പാർട്ടികളെക്കാളും വലിയൊരു ശക്തിയായി മാറാൻ നമുക്ക് കഴിയും. അതാണ് ഓരോ രൂപതകളിലും ആ യൂത്ത് ഡയറക്ടറുടെ ഇടപെടലുകളും രൂപത ബിഷപ്പുമാരുടെയും പിതാക്കന്മാരുടെയും സപ്പോർട്ടുമാണ് നമ്മളെ മുന്നിലോട്ടേക്ക് കൊണ്ടുപോവുക. അവരുടെ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഇനിയും വലിയ ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റും. തീർച്ചയായിട്ടും സഭാ നേതൃത്വവും പിതാക്കന്മാരൊക്കെ ശ്രദ്ധിക്കേണ്ട വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് യുവജനങ്ങളെ നയിക്കേണ്ട വൈദികർ. ഇപ്പോൾ ഇവർ പറഞ്ഞൊരു പേര് പ്രഭിനച്ചൻ. ആ പ്രഭിനച്ചൻ്റെ കാലം കഴിഞ്ഞാൽ എങ്ങനെ പോകും ഈ യുവജനം അല്ലെങ്കിൽ സംഘടന എന്നുള്ളത് ഇവിടുത്തെ പ്രധാന പദവിയിലിരിക്കുന്ന വൈദികരുടെ മെത്രാന്മാരുടെ കയ്യിലാണ്. അപ്പം അത് ശ്രദ്ധയോടെ പോകുമ്പോഴാണ് നമ്മുടെ യുവജനങ്ങൾ, ഇപ്പോൾ ഇവർ പറഞ്ഞ കാര്യം തന്നെ ഇവർ ഇത്രമാത്രം തീക്ഷ്ണതയോടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതൊരു വൈദികൻ്റെ പേര് പറയുന്നു. ആ ഒരു തരത്തിലുള്ള വൈദികന്മാർ ഇതിന് പിൻഗാമികളായിട്ട് വരുമ്പോഴാണ് അതൊരു സസ്റ്റൈനായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് ഓരോ യുവജന നേതൃത്വത്തിനും ഉണ്ടാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊരു വിഷയം, നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഇന്ന് വളരെ ആക്റ്റീവാണ്. നമ്മുടെ യുവജനങ്ങളെ എത്രത്തോളം അത് അല്ലെങ്കിൽ നമ്മുടെ സംഘടനാപരമായ പ്രവർത്തനങ്ങളെ പ്രതികൂലമായും അനുകൂലമായും ബാധിക്കുന്നുണ്ട്? അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഇപ്പോൾ ലോകത്തിലെ മരങ്ങളെക്കാട്ടിയും ഫോണാണ് അധിക വാല്യൂ ആയിട്ടുള്ളത്. സോ മെജോറിറ്റി എല്ലാവരും മോർണിംഗ് എണീച്ചതിന് ഫോൺ നോക്കിയിട്ട് അതിലാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, വേറെ ഏതിലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. മെജോറിറ്റി യൂത്ത് തെറ്റാത്ത വഴിയിൽ പോകുന്നത് ഒറ്റ റീസൺ മൊബൈൽ ഫോണാണ്. ആ മൊബൈൽ ഫോണിൽ കണ്ടിട്ട് കുറേ ഇതാക്കിയിട്ട് അവർ ഫോൺ നോക്കുന്ന സമയത്ത് വേറെ ഏത് ചിന്താഗതി അവർക്ക് ഉണ്ടാവില്ല. ഡ്രീമോ ഇല്ല എക്സ്ട്രാ ഏത് ചിന്താഗതി ഉണ്ടാവില്ല. അതിൽ മാത്രമേ ഫോണിൽ TV എക്സ്ട്രാ കമ്പ്യൂട്ടർ അങ്ങനെ മാത്രമേ അവരുടെ ഫുൾ ഫോക്കസ് ഉണ്ടാവുള്ളൂ. വേറെ ഏത് മൈൻഡ് സെറ്റിൽ ഉണ്ടാവില്ല. അത്രേ ഉള്ളൂ. അത് നമ്മുടെ യുവജന മേഖലയിൽ എങ്ങനെയൊക്കെ നന്നായിട്ട് മേഖലയിൽ അത് നമുക്ക് ഉപകാരപ്രദമാണോ പ്രതികൂലമാവുന്നുണ്ടോ? ഫുൾ ദോഷം, അനുകൂലമാവുന്നില്ല. അതിന് പ്ലസ്സും ഉണ്ട് മൈനസ് ഉണ്ട്. ഏത് കാര്യം എടുത്താലും അതിന് പ്ലസ് ഉണ്ടാവും മൈനസ് ഉണ്ടാവും. പക്ഷെ നമ്മൾ എല്ലാവരും അതിൻ്റെ ഇപ്പോൾ എനിക്കാണ് പറഞ്ഞാൽ എനിക്ക് ഫോൺ നല്ല യൂസ് ഉണ്ട്, അതിന് മൈനസ് ഉണ്ട്. പക്ഷേ ഞാൻ മൈനസ് നോക്കിയില്ല, പ്ലസ് മാത്രമേ നോക്കുള്ളൂ. അതേപോലെ എല്ലാവരും പ്ലസ് മാത്രം നോക്കിയാൽ കൺഫേം ആയിട്ട് കറക്റ്റ് ആവും. അതെ അല്ലേ? നമുക്ക് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇന്നത്തെ കാലയളവിൽ യുവജനങ്ങൾക്കിടയിൽ ഏറ്റവും അധികം ഇൻവോൾവ്മെന്റ് കൂടി. ഇപ്പോൾ നമ്മൾ ഏതൊരു വിഷയം ആയാലും നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ അതിനുമായിട്ട് അടുപ്പിച്ച് പോകുന്നു, അത്രത്തോളം നമ്മൾ അതിൽ അഡിക്റ്റായി പോകും. ഇന്നത്തെ കാലത്ത് ഇൻസ്റ്റാഗ്രാമും റീൽസും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ പിള്ളേർ. തുടക്കകാലത്തിൽ നമുക്ക് ഫേസ്ബുക്ക് ആയിരുന്നു. ആ ഫേസ്ബുക്കിൽ നിന്നൊരു അഡ്വാൻസ്ഡ് വേർഷൻ ആയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും നമ്മൾ അങ്ങനെ അഡിക്റ്റായി പോകുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇടയിലേക്ക് എന്തൊരു വിഷയം, ഒരു നെഗറ്റീവ് തോട്ടാണെങ്കിലും അത് ഒരു ഏറ്റവും അടുപ്പം അവരുടെ കണ്ണിലെ ആകർഷിക്കുന്ന രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരതിലേക്ക് പോകും.
അപ്പോൾ നമ്മൾ യുവജനങ്ങൾക്കിടയിൽ ആ ഒരു രീതി വരുന്നത് കൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയ നമ്മളെ അട്രാക്ട് ചെയ്യാൻ എന്താണോ വഴി എന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ചിന്തയിലേക്ക് വരുന്നത്. എന്തൊരു നെഗറ്റീവ് ഐറ്റംസ് ആണെങ്കിലും അത് നമ്മളെ ഏറ്റവും ആകർഷണ രീതിയിലേക്ക്, നമ്മളിപ്പോൾ ഒരു പരസ്യം കാണുകയാണ്, ആ പരസ്യം കാണുന്നത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്കാണെങ്കിൽ നമ്മൾ അതിനെ നോക്കിയിരിക്കും. അല്ല, നമുക്ക് ഇഷ്ടമല്ലാത്ത രീതിയിലേക്ക് ആകുമ്പോൾ നമ്മൾ അതിലേക്ക് പോകത്തില്ല. അങ്ങനെയാണ് നമ്മുടെ സോഷ്യൽ മീഡിയ നമ്മളെ ആകർഷിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് നമുക്ക് പോസിറ്റീവായിട്ട് ഉപയോഗിച്ചൂടെ? ഇപ്പം നമ്മുടെ എല്ലാ പ്രോഗ്രാമുകളും കാര്യങ്ങളെല്ലാം സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഒരു പക്ഷേ ഈ ഒരു പ്രോഗ്രാമും നമ്മൾ വിടാൻ പോകുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെയാണ്. ആ സമൂഹ മാധ്യമങ്ങളിലൂടെ നമ്മൾ യുവജനങ്ങളെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് ആകർഷിക്കുക എന്നതൊക്കെ ചെയ്തുകൂടെ? നമുക്ക് പോസിറ്റീവായിട്ട് ഉപയോഗിക്കാമല്ലോ. തീർച്ചയായും പോസിറ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് തിരിച്ചറിവ് വേണം, ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന അറിവ് വേണം. കാരണം നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന 4-5 വേർഡ്സുകളും കാര്യങ്ങളും മാത്രമാണ് നമുക്കുള്ളത്. അതിൽ വന്നിട്ട് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാൻ നോക്കണം. അതിൽ കാണിക്കുന്നത് മാത്രമാണ് ശരി എന്നുള്ള വിശ്വാസം പാടില്ല. ഇപ്പം നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ ആയിരിക്കാം നമ്മുടെ പല കാര്യങ്ങളും. ഇപ്പം ഏറ്റവും കൂടുതലും യുവജനങ്ങൾ ഉള്ളത് സോഷ്യൽ മീഡിയയിലാണ്, ഇൻസ്റ്റാഗ്രാമിലും ഇതൊക്കെ. അപ്പം നമ്മുടെ പോസ്റ്റുകളും നമ്മൾ അറിയിക്കുന്നതും നമ്മുടെ ഓരോ പ്രോഗ്രാം അറിയിക്കുന്നതും എല്ലാം സോഷ്യൽ മീഡിയയിൽ തന്നെയാണ്. ഇപ്പം നമുക്ക് ഈ പരിപാടി വരുന്നതും അതിൻ്റെ തീർച്ചയായിട്ടും അതിനെ നമ്മൾ നല്ല രീതിയിൽ യുവജനങ്ങൾ ഉയർത്തേണ്ടതുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ. കാരണം എല്ലാവരും സമൂഹ മാധ്യമങ്ങളിലേക്ക് മാറിയിരിക്കുന്നു, തിന്മയുടെ അവസ്ഥയിലൂടെ പോകുന്നുണ്ട്. പക്ഷേ നമ്മൾ നന്മയുടെ കണ്ടന്റുകൾ സോഷ്യൽ മാധ്യമങ്ങളിലൂടെ കൊടുത്തുവിട്ട് യുവജനെ കൊണ്ടുവരേണ്ടത്. മറ്റൊരു കാര്യം, ഈ വൈദികരുടെയും സന്യസ്തരുടെയൊക്കെ ജീവിതം അത് യുവജനങ്ങളെ നിങ്ങൾ എത്രത്തോളം ബാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സന്യസ്തരുടെയൊക്കെ ലൈഫ് എത്രത്തോളം എന്താ പറയുക ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? തീർച്ചയായിട്ടും നമ്മുടെ യുവജന പ്രസ്ഥാനം വളർന്നു വരണം എന്നുണ്ടെങ്കിൽ ഒരു ഭാഗം മുഴുവനും സന്യസ്തരുടെ അവരുടെ നിർദ്ദേശങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മുടെ പ്രസ്ഥാനം വളർന്നു വരുന്നത്. ഇപ്പോൾ പറഞ്ഞു മീഡിയ എന്നുള്ള കാര്യങ്ങൾ നല്ല രീതിക്കും മോശമായ രീതിയിലേക്കും എല്ലാം 2 രീതിയിലും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സന്യസ്തരുടെയും വൈദികരുടെയും എല്ലാം നിർദ്ദേശങ്ങളും അവരുടെ ഉപദേശങ്ങളും സാരോപദേശങ്ങൾ കൊണ്ടാണ് വഴിതെറ്റാതെ നല്ല രീതിയിൽ ഉയർന്നു വരണമെങ്കിൽ ഒരു ഭാഗം മുഴുവൻ അവരുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അവരുടെ ഒരു സപ്പോർട്ടും കൊണ്ട് തന്നെയാണ്. പക്ഷെ ചില ഇടവകകളിലും ഒരു പാരിഷ് കാര്യങ്ങളിലെല്ലാം താന്നു പോകുന്നത് ഇവർ കാരണം കൊണ്ടും ഒരു ഭാഗമാണ്. കാരണം അവരും ഒരു കാലത്ത് അവർ മൾത്താര ശുശ്രൂഷകരായിരുന്നു, ഒരു കാലത്തും അവർ യുവജന പ്രസ്ഥാനങ്ങളിൽ നിറഞ്ഞു നിന്ന് പ്രസ്ഥാനത്തെ വളർത്താൻ വേണ്ടി നിന്നവരാണ്. അപ്പോൾ ഒരു പോയിന്റിൽ വെച്ചിട്ട് അവർക്ക് എന്തോ നഷ്ടമായി പോയി. ആയതിനാൽ അവർ KCYM പ്രസ്ഥാനത്തെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അത് എന്തുകൊണ്ടെന്ന് അവരോട് തന്നെ ചോദിക്കാനാണ്. പക്ഷെ ഇപ്പോഴും അവരുടെ അനുഭവങ്ങളും അവരുടെ നേടിയെടുത്ത ഓരോ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളും ഇൻഫ്ലുവൻസ് ചെയ്ത ഓരോ കാര്യങ്ങളും അനുഭവങ്ങളെല്ലാം നമ്മോട് ഷെയർ ചെയ്ത് നമ്മുടെ പ്രസ്ഥാനത്തെ കൂടെ നിർത്തി ഒരുപാട് ലെവലിൽ ഇപ്പോൾ ഞങ്ങളുടെ ഈ ഒരു നാഷണൽ ലെവലിൽ വരെ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രബിനച്ഛൻ ഒരു വലിയൊരു ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. ഞങ്ങളുടെ പാരിഷിലുള്ള അച്ഛനാണെങ്കിലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2 കാര്യങ്ങളാണ് ഇതിനകത്ത്. നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, അല്ലാതെ നമ്മളെ ചവിട്ടി താഴ്ത്തി നിങ്ങളൊന്നും ചെയ്യുന്നില്ല, നിങ്ങൾ പള്ളിയിൽ പോലും വരാതെ നിങ്ങൾ ഒരുപാട് സ്റ്റേറ്റിലും നേഷനിലും പോയിട്ട് യാതൊരുവിധ കാര്യമില്ല, കുമ്പസാരിക്കുന്നില്ല, അങ്ങനെ പറയുന്നവരും 2 കൂട്ടരുണ്ട്. നമ്മൾക്ക് നല്ല രീതിയിൽ പോകുന്ന ആൾക്കാരെ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുന്നു. അവരെ കൺവിൻസ് ചെയ്യിക്കാൻ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ചെയ്യുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ കൂടെ നിൽക്കണമെന്ന് പറയാറുണ്ട്. എനിക്ക് നേരത്തെ പറഞ്ഞ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രസ്ഥാനം നല്ല രീതിയിൽ പോകുമ്പോൾ ഒരുപക്ഷെ ചില ആളുകൾ ചില തീരുമാനങ്ങൾ, ഒരുപക്ഷെ അത് അവരുടെ പേഴ്സണൽ ലൈഫിൽ വന്ന് ചില തീരുമാനങ്ങൾ എടുത്തതായിരിക്കാം. അതൊരു പക്ഷേ ഒരു സംഘടന മൊത്തത്തിൽ ഒരു വളർച്ച. എന്നെ സംബന്ധിച്ചോളം അച്ഛന്മാരും അപ്ഡേഷൻ ആവണം, വികാരി അച്ഛന്മാരും അപ്ഡേഷൻ ആവണം. കാരണം ഇന്നത്തെ യുവജനങ്ങൾ പഴയ പോലെ അല്ല. കാരണം അവർ നമ്മൾ പെട്ടെന്ന് ഒരു വാക്ക് പറഞ്ഞതുകൊണ്ടും ദേഷ്യപ്പെട്ടതുകൊണ്ടും അവർ ഇങ്ങോട്ട് വരണമെന്നില്ല. അച്ഛന്മാർ പറയുന്നത് നല്ല ഇതിലായിരിക്കാം, ചിലപ്പോൾ ദേഷ്യത്തോടെ പറയും, പക്ഷെ അത് അവർക്ക് മുറിവാകാം. അവർക്ക് തിരിച്ച് പള്ളിയിലേക്ക് തന്നെ വരാൻ ഒരു മടിയാവുന്ന ഒരു സാഹചര്യങ്ങളുണ്ട്. പല അച്ഛന്മാരിൽ നിന്നും പല യുവാക്കൾക്കും അങ്ങനെ ഒരു സംഭവങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അച്ഛന്മാരും അപ്ഡേഷനായി യുവാക്കളോട് എങ്ങനെ പെരുമാറണം, അങ്ങനെ അവരെങ്ങനെ കൊണ്ടുവരണം എന്ന് അവർക്കൊരു ക്ലാസ്സും രൂപതലത്തിലെടുത്ത് അവരും മനസ്സിലാക്കി അവരും കൊണ്ടുവരണം. കാരണം പഴയ പോലെയല്ല യുവാക്കൾ, അവർക്ക് സെൻസിറ്റീവാണ്, അവർക്ക് സ്വയം എന്താണ് ചിന്തിക്കാനും ബോധമുള്ളവരാണ്. അപ്പോൾ അവരെ മനസ്സിലാക്കി അവർക്ക് കൂടെ നിന്ന് സിസ്റ്റേഴ്സ് ആണെങ്കിലും ഇന്നത്തെ ഇപ്പോൾ അച്ഛന്മാരെ ആയി വരുന്നവരും സിസ്റ്റേഴ്സ് ആയിട്ടും യുവജനങ്ങൾ കൂടുതൽ കടന്നു വരുന്നില്ല. കാരണം അവരെ അറിയണം എങ്ങനെയാണ് സിസ്റ്റർമാരുടെ ഒരു സിസ്റ്ററും അച്ഛനും അവർ ജീവിക്കുന്നത്, എന്താണ് അവരതിലൂടെ എന്താണ് ദൈവത്തിലേക്ക് ഇതാക്കുന്നത്, ആ ഒരു മനസ്സിലാക്കി അവർക്ക് കൂടുതൽ സപ്പോർട്ട് കൊടുക്കണം. എന്നാൽ മാത്രമേ കൂടുതൽ വൈദികരും സിസ്റ്റേഴ്സും നമ്മുടെ രൂപതയിലേക്ക് വരുള്ളൂ. അത് വരുന്നോറും നമ്മുടെ രൂപതയും സമൂഹവും നമ്മുടെ ക്രിസ്ത്യത വളരെ ഉള്ളൂ.
അതിലേക്ക് തന്നെ നമുക്ക് അച്ഛന്മാരും എണ്ണം വേണം, സിസ്റ്റേഴ്സും വേണം. അവരില്ലാതെ നമ്മുടെ സഭയില്ല. അപ്പൊ അതിലേക്ക് കൂടുതൽ ഇത് വരണം എന്നുണ്ടെങ്കിൽ അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒരു കൂട്ടായ്മയായി യുവജനങ്ങളെ എങ്ങനെ മനസ്സിലാക്കണം, അവരെ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും, അവർക്ക് എങ്ങനെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കണം. തീർച്ചയായിട്ടും ഇതൊരു കുറ്റപ്പെടുത്തലല്ല, പക്ഷേ ഇതൊരു നിർദ്ദേശമാണ്. നമ്മുടെ യുവജന പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ സഭയോടൊപ്പം ചേർന്ന് യുവജനങ്ങൾ മുന്നോട്ട് വളരെ ശക്തമായി ധീരമായി മുന്നോട്ട് പോകണമെങ്കിൽ അച്ഛന്മാരുടെയും സിസ്റ്റേഴ്സിൻ്റെ സപ്പോർട്ട് വേണം. അതിനുള്ളൊരു നിർദ്ദേശം കൂടിയാണ് ഇവർ ഇന്ന് ഈ ഒരു പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും അവസാനമായിട്ട് ലാസ്റ്റ് ചോദിക്കുന്നു, ഏതൊക്കെ ഇനി നിങ്ങളുടെ പ്രവർത്തനങ്ങൾ യുവജനങ്ങളുടെ ഏതൊക്കെ മേഖലയിൽ ശ്രദ്ധിക്കാനാണ്, അല്ലെങ്കിൽ ഏതൊക്കെ മേഖലയിലേക്കായിരിക്കും നിങ്ങൾ ശ്രദ്ധ കൂടുതൽ കൊടുക്കുന്നത്? അവസാനമായി നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത് യുവജനങ്ങളുടെ എഡ്യൂക്കേഷനും തൊഴിലും തന്നെയാണ്. കാരണം ഇപ്പോൾ അവർക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടും സ്വയം ആവശ്യമുള്ളത് അത് തന്നെയാണ്. നമ്മൾ അതിലാണ്. പിന്നെ രണ്ട് ആത്മീയ കാര്യങ്ങൾ. കാരണം പറഞ്ഞ പോലെ പുറകോട്ടാണ് അവർ പോകുന്നത്. അവർ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാൻ എന്ത് ചെയ്യും എന്നുള്ളത് തന്നെയാണ്. കാരണം അവർക്ക് സ്വയം നിൽക്കാനും അവർക്ക് പറ്റും തോറും അവരിങ്ങോട്ട് തന്നെ വരും. നമ്മുടെ ദൈവികപരമായിട്ട് നമ്മളത് മനസ്സിലാക്കി കൊടുക്കണം. അതാണ്. അപ്പോൾ ഇനിയും കൂടുതൽ അച്ഛന്മാരും സിസ്റ്റേഴ്സുമായിട്ട് ചേർന്നുകൊണ്ട് ധ്യാനങ്ങളും കുംഭസാരത്തിനുള്ളൊരു നമ്മൾ ഒരു വലിയൊരു കുംഭസാരം തന്നെ ഒരു ക്യാമ്പയിൻ പോലെ ചെയ്യാനും അങ്ങനെ പല പരിപാടികൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. വരും മാസങ്ങളിൽ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പ്രവർത്തിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ കേൾക്കുമ്പോൾ തന്നെ വളരെയധികം സന്തോഷമുണ്ട്. എന്തായാലും ഈ ഒരു യുവജനങ്ങൾ കുറേ നേരമായിട്ട് പ്രബിനച്ചൻ എന്ന് പറയുന്നൊരു പേര് പറയുന്നുണ്ട്. അദ്ദേഹമാണ് ഇവരുടെ ഡയറക്ടർ. എന്തായാലും പ്രബിനച്ചൻ ഇപ്പോൾ നമ്മളോടൊപ്പം ഇല്ല, പക്ഷേ വീഡിയോയിൽ നമ്മളോടൊപ്പം അദ്ദേഹം ചേരുകയാണ്. നമുക്ക് കാണാം. പ്രിയപ്പെട്ടവരെ, എൻ്റെ പേര് പ്രബിനച്ചനാണ്. ഞാനിപ്പോൾ സുൽത്താൻപേട്ട് രൂപതയിൻ്റെ KCYM ഡയറക്ടറായിട്ട് സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു സലേഷ്യൻ അച്ഛനാണ്. തമിഴ്നാട്ടിൽ നിന്ന് തിരുച്ചി പ്രോവിൻസിലുള്ള ഒരു അച്ഛനാണ്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു 4 കൊല്ലമായി. ഈ 4 കൊല്ലമായിട്ടും നിറയെ പ്രവർത്തനങ്ങൾ നമ്മുടെ യുവജനങ്ങൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ യുവജനങ്ങളുടെ സപ്പോർട്ടും നമുക്ക് നന്നായിട്ടുണ്ട്. അതുപോലെ നമ്മുടെ അഭിമന്യ പിതാവ് പീറ്റർ അബീറിൻ്റെ ആ ഒരു സപ്പോർട്ടും നമുക്ക് നിറയെ ഉണ്ട്. നമ്മുടെ രൂപതയിലുള്ള എല്ലാ അച്ഛന്മാരും നമുക്ക് ഈ യുവജനങ്ങളെ മുമ്പിലേക്ക് കൊണ്ടുപോകാനായിട്ട് നല്ല ഒരു സപ്പോർട്ട് തന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഈ യുവജനങ്ങൾ ഈ ഒരു 4 കൊല്ലത്തിലേക്ക് പല പോസ്റ്റുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റി. KCYM ലാറ്റിൻ്റെ സെക്രട്ടറി ആയിട്ട്, അതുപോലെ KCYM സ്റ്റേറ്റിൻ്റെ ട്രഷററായിട്ടും, അതുപോലെ ICYM നാഷണൽ ഇതിൻ്റെ നെക്സ്റ്റ് മെമ്പറായിട്ടും നമ്മുടെ ഈ രൂപതയിലുള്ള യുവജനങ്ങൾ ഇരിക്കണമെന്ന് ഓർത്ത് നോക്കുമ്പോൾ വളരെ സന്തോഷമായിട്ടിരിക്കുകയാണ്. നിറയെ പ്രവർത്തനങ്ങൾ നമ്മൾ ഈ രൂപതയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒന്ന് ഞാൻ പറയണമെങ്കിൽ ഈ ജോബ് ഫെയറിനെ കുറിച്ച്. ലാസ്റ്റ് ഇയർ നമ്മൾ ജോബ് ഫെയർ ഒന്ന് നമ്മുടെ രൂപതയിൽ കണ്ടക്ട് ചെയ്ത് 100 യുവജനങ്ങൾക്ക് മുകളിൽ നമ്മൾ ജോലി മേടിച്ചു കൊടുത്തു. അതിനെപ്പോലെ നമ്മൾ മറ്റ് രൂപതയ്ക്കും ഈ ജോബ് ഫെയർ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരും നിറയെ യുവജനങ്ങൾക്ക് ജോലി മേടിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ഇതിനെ ഒരു നാഷണൽ ലെവലിൽ കൊണ്ടുപോയി കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ എല്ലാ യുവജനങ്ങൾക്കും നല്ല ഒരു ജോലി കിട്ടണം, എല്ലാ യുവജനങ്ങളും നല്ല ഒരു നിലയിലേക്ക് വരണം എന്നുള്ള ഒരു ആഗ്രഹം തന്നെ. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇന്ന് ഇത്ര നിമിഷം നിങ്ങളെല്ലാവരും ജോലി തിരക്കുള്ളവരാണ്. പക്ഷേ എങ്കിലും നിങ്ങൾ സഭയോടൊപ്പം നിൽക്കുന്നു, സഭയുടെ യുവജന പ്രസ്ഥാനത്തിൽ നല്ല ശക്തരായി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇന്ന് ഇത്ര സമയം ഞങ്ങളോടൊപ്പം സഭയ്ക്ക് വേണ്ടി, കേരളത്തിലെ യുവജനങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് സുൽത്താൻപേട്ട് രൂപതയിലെ യുവജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഈ നേതാക്കന്മാർ ഞങ്ങളോടൊപ്പം ഒന്നിച്ചു കൂടിയതും നിങ്ങളുടെ ആശങ്കകളും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നിങ്ങൾ പങ്കുവച്ചതും വളരെ നന്ദിയോടുകൂടി ഞങ്ങൾ നിങ്ങളെ ഓർക്കുകയാണ്. എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു.